ഇനി ഞാൻ സജീവനിലേക്ക് വരികയാണ്. സജീവൻ, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്ക് മുമ്പിൽ കാണാം. CPIM-ൻ്റെ പ്രതിനിധി ഇരുവരും പറഞ്ഞതിൻ്റെ അന്തസ്സത്തയെ എതിർത്തുകൊണ്ട് അത് പരോക്ഷമായി കേരളത്തിനുള്ള ഒരു അംഗീകാരമാണ് എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. വലതുപക്ഷ നിരീക്ഷകനായി പങ്കെടുത്ത മിഥുൻ ഇരുമന്ത്രിമാരും ഉയർത്തിയ പ്രശ്നം പ്രസക്തമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. സുരേഷ് ഗോപി പറഞ്ഞത് കൂടെ പറഞ്ഞു വെച്ച ഒരു വാക്യം വല്ലാതെ വിമർശിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ മറ്റൊരു ശാപമാണിത്. ട്രൈബൽ വിഭാഗക്കാരൻ അല്ലാത്ത ഒരാൾ ട്രൈബൽ വിഭാഗത്തിൻ്റെ ക്യാബിനറ്റ് മന്ത്രി ആകില്ല എന്നത് വളരെയേറെ അത് വിമർശിക്കപ്പെടുന്നു. ഒപ്പം തന്നെ കേരളത്തിന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കേരളം പാപ്പരാണ് എന്ന മട്ടിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് വരൂ എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതും വിമർശിക്കപ്പെടുന്നുണ്ട്. അതിൽ വിമർശിക്കത്തക്കതായ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ മിഥുൻ വിജയകുമാർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. താങ്കളുടെ നിരീക്ഷണങ്ങൾ? ഞാനിതിൽ രണ്ടുപേരും പറഞ്ഞതിനോട് വിയോജിക്കുകയാണ്. അനിൽകുമാർ പറഞ്ഞ പോലെ ഇതിനെ ലഘുവായിട്ട് കാണേണ്ട കാര്യമല്ല ഇത്. ഞാനത് മിഥുനിൽ വെച്ച് തുടങ്ങാം. മിഥുൻ പറഞ്ഞ് സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് അദ്ദേഹം വളരെ സാത്വികമായിട്ട്, വളരെ ഒരു നിരുപദ്രവകരമായിട്ട് ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ ഉന്നത കുലജാതർക്ക് ഈ ട്രൈബൽ വിഭാഗത്തിൻ്റെ പദവി കൊടുക്കണം, അത് നല്ല കാര്യം, മറ്റിരിച്ചും കൊടുക്കണം, അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷം കഴിഞ്ഞല്ലോ, 3/4 നൂറ്റാണ്ട് കഴിഞ്ഞു. നമ്മുടെ ഭരണഘടന ഉന്നത കുലജാതരെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ അങ്ങനെയുണ്ട്. മനുസ്മൃതിയിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന രൂപത്തിൽ അതും ഈ താഴെത്തട്ടിൽ വരെ വരുന്നില്ല. സവർണ വിഭാഗത്തിൽ മാത്രമാണ് ഈ പറയുന്ന 4 വിഭാഗമുള്ളത്. ഒന്ന് ദൈവത്തിൻ്റെ തലയിൽ നിന്നും, ശരീരത്തിൽ നിന്നും, കൈകളിൽ നിന്നും, പിന്നെ കാലിൽ നിന്നൊക്കെ ഉണ്ടായെന്ന് പറയുന്നത്. അത് വരുന്ന പോലും സവർണ വിഭാഗത്തിലാണ്. അവിടുന്ന് അങ്ങോട്ടേക്കുള്ളവരെ പട്ടിക്കും പൂച്ചയ്ക്കും തുല്യമായ രീതിയിൽ കണക്കാക്കുന്ന ഒന്നാണ് മനുസ്മൃതി. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഭരണഘടന ദൈവത്തിൻ്റെ തലയിൽ നിന്ന് വന്ന ആളുകൾ കാലിൽ നിന്ന് വന്ന ആളുകൾ എന്നിട്ട് വേർതിരിച്ച് നിർത്തുന്നുണ്ടോ? ഇവിടെ എന്താ നമ്മൾ പറയുക? ഉന്നത കുലജാതർ. സുരേഷ് ഗോപി പറഞ്ഞതിനോട് എനിക്ക് സത്യത്തിൽ അതൊരു പുച്ഛമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതാഭിലാഷം അദ്ദേഹം ഈ ഗുരുവായൂർ തന്ത്രികളുടെ ശബരിമല തന്ത്രികളുടെ വീട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് തന്ത്രിയാവാനാണ്, ഇനി അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ജനിക്കണം, അങ്ങനെയുള്ളൊരു ആളായിട്ട് മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അത് തൻ്റെ തല വേറെ ഈ തന്നേക്കാൾ ഉയർന്ന രീതിയിലുള്ള വിഭാഗമെന്ന് അദ്ദേഹം കരുതുന്ന വിഭാഗത്തിൻ്റെ തലയിലേക്ക്, കഴുത്തിലേക്ക്, അല്ല കക്ഷത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് ഒന്നാമത് തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇത് നമ്മളെ കുറ്റപ്പെടുത്തേണ്ടതുള്ളൂ. ആരോ പണ്ട് എഴുതി കൊടുത്ത ഡയലോഗ് ഈ പറഞ്ഞിട്ട് പഠിച്ച് അത് തലയ്ക്കകത്ത് കിടക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പല ഡയലോഗും പറയാൻ പറ്റും. ഇവിടെ മിഥുൻ പറഞ്ഞ കാര്യത്തിൽ നമ്മളെ ഒരു ഇന്ത്യയിൽ ഈ 3/4 നൂറ്റാണ്ട് കാലമായിട്ട് സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള ഈ ഇന്ത്യയിൽ നമ്മളിപ്പോഴും ഉന്നത കുലജാതർ എന്നുള്ള പ്രയോഗം നടത്തുന്നുണ്ടെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് തീർത്തും നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന രാജ്യദ്രോഹം എന്ന് പോലും പറയാവുന്നൊരു കാര്യമാണ്. കാരണം ഒരിക്കൽ പോലും അങ്ങനെ പറയാൻ പറ്റും. ഉന്നത കുലജാതർ ഉണ്ട് എന്ന് നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നതേ ഇല്ല. മാത്രമല്ല, മോഹൻ ഭാഗവതിനെ പോലുള്ള ഈ RSSൻ്റെ സുപ്രീം നേതാക്കന്മാർ പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ ജാതീയമായിട്ടുള്ള ഔന്നിത്യമൊന്നും വേറെ കാണിക്കാൻ പാടില്ല, എല്ലാവരും തുല്യരാണെന്ന് പറഞ്ഞു. ആ വിഭാഗത്തിൻ്റെ ഒരു അംശമായിട്ടുള്ള BJPയുടെ മന്ത്രിയാണ് ഇവിടെ ഉന്നത കുലജാതർ എന്ന് പറയുന്നത്. മിഥുൻ അതിനെ ന്യായീകരിക്കുന്നത് ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നമുക്കെങ്ങനെയാണ് ഉന്നത കുലജാതർ എന്ന് പറയാൻ പറ്റുക? അങ്ങനെ പറയുന്നുണ്ട് എങ്കിൽ നമ്മൾ ഇപ്പോഴും ചാതുർവർണ്ണത്തെ അംഗീകരിക്കുന്നതാണ് അർത്ഥം. അങ്ങനെ പറഞ്ഞ സുരേഷ് ഗോപിയെ ഒരു തരത്തിലും ന്യായീകരിക്കുക. അദ്ദേഹം എന്താണ് തലയ്ക്കകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ എന്താണ് ചാതുർവർണ്ണത്തിൻ്റെ ആ ഒരു മയക്കത്തിൽപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ നമ്മളെല്ലാവരും മിഥുനെ പോലൊരാൾ ആ രീതിയിൽ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ ആരും, മിഥുൻ എന്നല്ല, ആരും പറയാൻ പാടില്ല. ഇതൊരു വലിയ ഇതാണ്. രണ്ടാമത്തെ കാര്യം ജോർജ് കുര്യൻ്റേതാണ്. ജോർജ് കുര്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അനിൽകുമാർ പറഞ്ഞു അത് നല്ല കാര്യമല്ലേ, അത് അദ്ദേഹം കളിയാക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ പോലും നല്ല കാര്യമല്ല. ഇന്ത്യ ഒരു ഫെഡറൽ സംവിധാനത്തിൽ തുറന്നു വരുന്ന രാജ്യമാണല്ലോ. ഇവിടെ കേന്ദ്രം തരുന്നതിനനുസരിച്ചിട്ട് മാത്രം നിൽക്കില്ല. നമ്മുടെ അവകാശമാണ് ഫെഡറൽ സിസ്റ്റത്തിൽ
നമ്മുടെ അവകാശമാണിത്. അതല്ലാതെ കേന്ദ്രം എപ്പോൾ എന്തെങ്കിലും ഈ വലിച്ചെറിഞ്ഞ് തരുന്നത്, പണ്ട് ഈ പൂജാരിമാർ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതേപോലെ വലിച്ചു തെറിഞ്ഞ് തരുന്ന എന്തെങ്കിലും എച്ചിൽ പാത്രത്തിലേക്ക് ഇട്ട് തരുന്നത് വാങ്ങി തൃപ്തിപ്പെട്ട് കൊള്ളണം എന്ന ഒരു രീതിയാണ് ജോർജ് കുര്യൻ പറഞ്ഞത്. അത് ഒരിക്കൽ പോലും അങ്ങനെ നിങ്ങൾ ഇത് പാവമാണെന്ന് തെളിയിച്ചു കൊടുക്കൂ, അപ്പോൾ നിങ്ങൾക്ക് തരും. പാവമാണെന്ന് തെളിയിച്ചാലാണോ കേരളത്തിന് കിട്ടേണ്ടത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ ആളുകൾ പറയുന്നില്ല. ഒന്ന് വയനാട് നമ്മളെല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രി ഈ ജോർജ് കുര്യനെയാണ് BJP അല്ലെങ്കിൽ പ്രധാനമന്ത്രി നിയോഗിച്ചത് ഇവിടുത്തെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അവിടെ കുറേ കാലം പോയതല്ലേ, കുറേ ദിവസങ്ങളോളം അവിടെ ഉണ്ടായിരുന്നതല്ലേ. ഒപ്പം സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു. അവർ രണ്ട് പേരും അവിടെ നിന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അതേപോലെ പ്രധാനമന്ത്രി വെറുതെ ഒരു കറക്കമാണെങ്കിൽ പോലും വന്ന് അവിടെയുള്ള ഫോട്ടോ സെഷനിലൊക്കെ പങ്കെടുത്തിട്ട് പോയ ഒരാളല്ലേ. അങ്ങനെയുള്ള ഒരാൾ ഈ കേരളത്തിന് ഈ ഒരു അവസ്ഥ, ഇത്രയും ഭീകരമായ അവസ്ഥ, ശരിക്കും പറഞ്ഞാൽ ഞാൻ NPC ഒക്കെ അറിയാമെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ആ പ്രദേശവുമായി വളരെയധികം ബന്ധമുള്ള ആളായതുകൊണ്ട് ആ പ്രദേശത്ത് എൻ്റെ സുഹൃത്തുക്കളുടെ പല ആളുകളും 24 പേർ മരിച്ച ഒരു സുഹൃത്ത് എനിക്കുണ്ട്, സുഫാദ് എന്ന് പറയുന്ന. അത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ 24 പേരാണ് മരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു 2-3 ഏക്കർ വരുന്ന തോട്ടം പൂർണ്ണമായിട്ടും ഒലിച്ചുപോയി. അദ്ദേഹത്തിന് വീടും കാറും ഒക്കെ പോയി. ഇങ്ങനെയുള്ള അവസ്ഥയിൽപ്പെട്ട എത്രയോ പേരുണ്ട് അവിടെ. അങ്ങനെയുള്ള ആളുകൾ കഴിഞ്ഞുകൂടുന്നിടത്ത് ആണ് ഈ പറയുന്നത് നിങ്ങൾ തെളിയിച്ചു കൊടുക്കുമെന്ന്. നമുക്ക് അത് കിട്ടണ്ടേ? വേറൊന്നും തന്നില്ലെങ്കിലും വയനാട് ഒരു നല്ലൊരു പാക്കേജ് അത് തരേണ്ടതല്ലേ? നമുക്കിപ്പോൾ കിട്ടാവുന്ന ആവശ്യപ്പെടാവുന്ന കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മളിപ്പോഴും പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഔദാര്യമാണ്. ഇത് വേണമെങ്കിൽ അത് നിങ്ങൾ സ്വീകരിച്ചുകൊള്ളൂ, പിച്ചച്ചട്ടിയിലേക്ക് ഞങ്ങൾ ഇട്ട് തരും, അത് തരുന്നത് മാത്രം സ്വീകരിക്കുക, അതിന് മിണ്ടാതിരിക്കുക എന്നാണ് ഈ ജോർജ് കുര്യൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ്. ആ ഭരണഘടനയെ ലംഘിക്കലാണ്, നമ്മുടെ ഫെഡറലിസ്റ്റ് സംവിധാനത്തെ തകർക്കലാണ്. ഈ രണ്ട് പേരും പറഞ്ഞതിനെ അതിൻ്റെ അതേ തീവ്രതയോടുകൂടി തന്നെ ഞാനതാണ് അനിലിനോട് വിയോജിക്കുന്നു പറഞ്ഞത്. അനിൽകുമാർ പറഞ്ഞ പോലെ ഇത് തമാശക്കാരിയൊന്നുമല്ല. അദ്ദേഹം നമ്മുടെ കേരളം സമ്പന്നമാണ് എന്ന് സംഭവിച്ചാൽ നമ്മൾ ഊറ്റം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഇത്ര മോശമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്വാസി ഫെഡറൽ സംവിധാനത്തെ തകർക്കുകയാണ് ഞങ്ങൾ. അത് പണ്ട് രാജാക്കന്മാർ ചെയ്യുന്നില്ലേ? രാജാക്കന്മാരെ എന്തെല്ലാം ചെയ്താൽ അവർ കുറേ കാര്യങ്ങളൊക്കെ നാട്ടുകാർക്കും അത് അവരുടെ ഔദാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതേപോലെ ഔദാര്യമാണ് എന്ന് വിചാരിക്കണമെന്നാണ് ഇപ്പോൾ ഈ ജോർജ് കുര്യൻ പറയുന്നത്. അതിനെ ന്യായീകരിക്കുന്നതിനോട് ഒരിക്കലും യോജിപ്പില്ല. പ്രത്യേകിച്ച് മിഥുനെ പോലുള്ള ആളുകൾ നമ്മൾ ജാതീയമായിട്ട് നമ്മൾ 4 പേരും ഇവിടെ ഇരിക്കുന്നില്ലേ, ജാതി ഓരോരുത്തർക്കും സംസാരിക്കാൻ NPC അവസരം കൊടുക്കുന്നു. ആദ്യം ഉന്നത കുലജാതി സംസാരിക്കട്ടെ, രണ്ടാമത് നടുവിലുള്ള കുലജാതി സംസാരിക്കട്ടെ, മൂന്നാമത് അധസ്ഥിതൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണോ? അങ്ങനെയാണോ നമ്മൾ ഇവിടെ ഓരോ കാര്യങ്ങളുള്ളത്? അപ്പോൾ അത്തരം ഒരു കാര്യം പറയുന്നാൽ അങ്ങനെ പറയുന്ന നാക്ക് പിഴയെന്നല്ല, ആ നാക്ക് പിഴുതെടുക്കേണ്ട ഒരു മനോഭാവമാണ് നമുക്കുണ്ടാവേണ്ടത്.